അങ്ങനെ ഇന്നത്തെ ഞങ്ങളെ യാത്ര വന്നിരിക്കുന്നത് കുന്നിൻ മുകളിൽ ഇരിക്കുന്ന ഒരു കള്ളകൃഷ്ണനെ കാണാനാണ് കേട്ടോ. ഈ ഒരു കള്ളകൃഷ്ണൻ്റെ കുസൃത്തരങ്ങൾ കൊണ്ടാണെന്ന് തോന്നുന്നു ഈ സ്ഥലത്ത് ഞങ്ങൾ ഒരുപാട് പ്രാവശ്യം വന്ന് തിരിച്ചു പോയിട്ടുണ്ടായിരുന്നു. ഈ ഒരു കവാടം കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ലേ ഇത് എവിടെയാണെന്നുള്ളത്. അതെ, ഹിമവത് ഗോപാലസ്വാമി ഹിൽസിലേക്കാണ് കേട്ടോ ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത്. ഇവിടെ ഞങ്ങൾ വന്നിട്ടുള്ള ഒരു 3-4 പ്രാവശ്യം വന്ന സമയത്തും വീക്കെൻഡ്സിലായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. ആ സമയത്ത് ഇവിടെ നല്ല തിരക്കായിരുന്നതുകൊണ്ട് നമുക്ക് കയറാനും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇപ്രാവശ്യം ഞങ്ങൾ അതിനൊരു പരിഹാരമായിട്ട് വർക്കിംഗ് ഡേയിലാണ് വന്നിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ സുഖമായിട്ട് ഇവിടേക്ക് വരാൻ പറ്റി. ഒരു തിരക്കോ കാര്യങ്ങളോ ഒന്നുമില്ലാതെ നമുക്ക് ഇവിടെ കാണാനും പറ്റി. പക്ഷേ ഒരു കാര്യം മാത്രമാണ് കേട്ടോ സങ്കടം ഉണ്ടായിരുന്നത്. എല്ലാവരും പറഞ്ഞു കേട്ട പോലെ ഇവിടെ നിറച്ച് കോടയായിരിക്കും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇവിടെ അത്ര വലിയ കോടയൊന്നും ഞങ്ങൾ പോയ സമയത്ത് ഉണ്ടായിരുന്നില്ല കേട്ടോ. ഇവിടെ വരാൻ വേണ്ടിയിട്ട് കർണാടകയുടെ KSRTC ആണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. അതിന് 30 രൂപയാണ് അവരുടെ ചാർജ് വന്നിരിക്കുന്നത്. അത് ഷട്ടിൽ സർവീസാണ്. നമുക്ക് അപ്പ് ആൻഡ് ഡൗൺ 60 രൂപയാണ്. നമ്മൾ ഒറ്റ സിംഗിൾ ടിക്കറ്റ് എടുത്താൽ നമുക്ക് എപ്പോൾ വേണമെങ്കിലും തിരിച്ചിറങ്ങി പോവുകയും ചെയ്യാം. പക്ഷേ ഇതിനൊരു ലിമിറ്റേഷൻ ഉള്ളത് രാവിലെ 8:30 മുതൽ വൈകുന്നേരം 6 മണി വരെ മാത്രമേ ഇവിടെ ദർശനമുള്ളൂ കേട്ടോ. ഒരു 36 ഹെയർ പിൻ വളവുകൾ കയറിയാൽ മാത്രമേ നമുക്ക് ഈ ഒരു ക്ഷേത്രം കാണാൻ പറ്റുള്ളൂ. ഈ ഒരു ക്ഷേത്രത്തിൽ ചോള രാജാക്കന്മാർ നിർമ്മിച്ചിട്ടുള്ളതാണെന്നാണ് പറയപ്പെടുന്നത്. ഇവിടെ ഒരു പ്രത്യേക അനുഭൂതിയാണ്. എന്താ പറയുക, നല്ലൊരു ക്ലൈമറ്റും നല്ല യാത്രയും എല്ലാമായിട്ട് നമുക്ക് മനസ്സിനൊരു സുഖം കിട്ടുന്നൊരു യാത്രയാണ് കേട്ടോ. പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങളും ഒന്ന് പോയി കണ്ടു നോക്കൂ. എന്തായാലും നല്ല മറക്കാനാവാത്ത ഒരു അനുഭവമായിരിക്കും കേട്ടോ.